വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് സൺഡേ ആയിട്ട് ഞാനും ചേട്ടനും കൂടെ ചിക്കൻ കറിയും കപ്പയും ഉണ്ടാക്കാമെന്ന് കരുതി. നല്ല നല്ല തടിയൻ 2 കിലോ കപ്പ ചേട്ടൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്കപ്പോൾ ഇതിനെ നേരെ അടുപ്പത്താക്കിയിട്ട് ചിക്കൻ കറികളെല്ലാം ചെയ്യാം. അപ്പോഴത്തേനും ചേട്ടൻ ഉള്ളി റെഡിയാക്കും. അപ്പോൾ നമുക്ക് ഇത് നേരെ കട്ട് ചെയ്യാം. ഗായ്സ്, ചിക്കൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ചേട്ടൻ ഇവിടെ എന്തോന്ന് തോട് കളഞ്ഞിട്ടിരിക്കുകയാണ്. നമ്മളെവിടെ തൊലിയെന്നും തോടെന്നും ഒക്കെ പറയും കേട്ടോ. ഇന്ന് നാടൻ കോഴിയാണ് ഞങ്ങളിവിടെ കറി വെക്കാൻ പോകുന്നത്, അല്ലേ ചേട്ടാ? ഗായ്സ്, നമ്മളങ്ങനെ കപ്പ ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഗായ്സ്, അങ്ങനെ ഞങ്ങളിവിടെ കപ്പ അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഞങ്ങൾ അടച്ച് വെക്കാം. ഇനി ഇതാ ഇവിടെ ഒരാൾ നിപ്പുണ്ട്, ആൾക്ക് കഞ്ഞി കുടിക്കാൻ സമയമായി. അപ്പോൾ ഇനി അടുത്ത് കഞ്ഞി കൊടുക്കട്ടെ. അപ്പം ഏട്ടന് ഒരു മിൽക്ക് ഷേക്ക് വേണം, റോസ് മിൽക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഇനി അതൊന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി അത് ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അതാ ഗ്ലാസ് കുറച്ച് റോസ് മിൽക്കിൻ്റെ ഷേക്ക്. ഗൈസ്, അപ്പം നമുക്കിത് ചേട്ടനെ കൊടുത്തു നോക്കാം. എന്താണെന്ന് അറിഞ്ഞൂടാ, കുറച്ച് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അറിയാത്ത പണി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അത് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ഓക്കെ, ചിക്കൻ റെഡി. അങ്ങനല്ല, നമ്മൾ അടുപ്പ് ആദ്യം കത്തിക്കണം, അതാണ് മെയിൻ. എന്നിട്ട് ഈ സാധനം എടുത്ത് എന്നിട്ട് ഇതിൽ നിന്ന് എണ്ണയാണെന്ന് പോണം. നമുക്കൊരു രീതി ഉണ്ട് കേട്ടോ. മതിയടി, മതിയാ? ഓക്കെ, അടുത്ത് നമ്മള് കടു കുറച്ച് എടുക്കണം. ഇത് മതിയാ? ഈ കണക്ക് മതിയാ? കുറച്ചുകൂടെ. ഓക്കെ, തീ കുറച്ചുകൂടെ, തീ കുറച്ചുകൂടെ. അപ്പൊ കടുവൊക്കെ ഏകദേശം പൊട്ടിക്കഴിഞ്ഞു. നമുക്കിനി കരിയിലിടാം. അടുത്ത് ഉള്ളി. എന്തൊക്കെ ഉള്ളി ഉണ്ടായില്? ഇത് സവാള ഉണ്ട്, ചെറിയ ഉള്ളി ഉണ്ട്. അപ്പം അടുത്ത് നമ്മള് ഉപ്പിട്ട് കൊടുക്കണം. ഉള്ളി വരണ്ട് വരാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അത്ര മതിയടി? കുറച്ചുകൂടെ. ഉപ്പളാവാതിരുന്നാൽ അടുത്തതായി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 വെച്ച് അരച്ചെടുക്കണം. ഓക്കെ, ഈ പരുവമാവണം ഗൈസ്, ഈ പരുവം. എന്ത് രസമാണ്.
നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിന്റെ ഇഞ്ചിയും പച്ചമുളകിന്റെ ഒക്കെ മണം മാറുന്നൊരു സ്മെല്ലടിക്കും. അപ്പൊ ആ സമയത്ത് ഈ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഹലോ, എവിടെടാ? എവിടെ? ഓ, എന്ത് പരിപാടി? ട്രിവാൻഡ്രം ഉണ്ടോ? ഓ, വെറുതെ വിളിച്ചു. ഞാൻ കപ്പയും ചിക്കനൊക്കെ ഉണ്ടാക്കണ, അപ്പം കഴിക്കാൻ പറഞ്ഞാന്ന് ചോദിക്കാൻ വിളിച്ച. ഓക്കേ. നന്മനാ? ഓ, ആ പോട്ടെ പോട്ടെ പോട്ടെ. ഓ, ഒന്ന് ഒരു ദിവസം എല്ലാവരും കൂടെ നമുക്കൊന്ന് കൂടണം. കുറെ നാളായി. എടാ, നമുക്കേ പൊന്മുടി പിടിക്കാം. അടിപൊളി സ്ഥലം, കിടില സ്ഥലം. പൊന്മുടി മാത്രമല്ല, അതിനുശേഷം അവിടെ ഒരു ചിട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം നീ കണ്ട? ചിട്ടിപ്പാറ 1000 രൂപ ആവൂലടാ, 500 രൂപ. 500 രൂപ ഒരു ദിവസം പോയിട്ട് വന്ന് ഫുഡും കഴിച്ച് സെറ്റ് ചെയ്തിട്ട് വരാം. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ഗൈസ്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ നല്ല അടിപൊളി കപ്പ താണ്ടേ. അത് വേവല്ലേ? ഇത് കപ്പ എന്ത് ചെയ്യണേ? അത് പുഴുങ്ങണടി. അപ്പൊ വേവാത്ത കപ്പ നമ്മൾ ഞാനിടാം. നല്ല അടിപൊളി കളർ കിട്ടാൻ കാശ്മീരി ചില്ലി പൗഡർ. ഓക്കെ, നമ്മളിതിൽ കുനുകുനാന്നിടണം. മതി അടി, കുനുകുന മതിയാ? ഇത്രയും സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി. നന്നായി. മല്ലിപ്പൊടി, മസാല, സോറി മസാല. ഇതത്രേ ഞാനോ? വേണമെങ്കിൽ പിന്നെ ഇട്ടോളാം. കുരുമുളക് പൊടി ഒരുപാട് വേണോ? ഇത്ര വേണ്ട, മതി. മല്ലിപ്പൊടി ഇത് ഇത്രയല്ല, ഇനി വേണം. മല്ലിപ്പൊടി ഇത്രയും വേണം. ഓക്കെ, മഞ്ഞപ്പൊടി മതി മതി. എല്ലാം കൂടെ ഇട്ടാണ്. ഇതെല്ലാം കൂടെ ഇട്ടൊരു പിടിയൊന്ന് പിടിക്കണം, മനസ്സിലായ? ഇതിന്റെ ഒരു പച്ച മണം പോകുമ്പോ നമുക്ക് നമ്മുടെ നാടൻ കോഴി ഇതിനകത്ത് ഇടാം ഗൈസ്. ഇടാം. പക്ഷെ ഇതിൽ കറിയില്ലല്ലേ, വെള്ളം ഒഴിക്കും. ചിക്കൻ മസാല മെയിൻ സാധനം. അതെയാ? നമ്മളിനി ചിക്കൻ പിഴിഞ്ഞിടണം. ഗൈസ്, നാടൻ കോഴിയല്ലേ, ഇപ്പൊ വേവാൻ ഇത്തിരി സമയം എടുക്കും. ഗൈസ്, അങ്ങനെ ചേട്ടൻ വെച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ ഇല്ല. ചേട്ടന് ഒരു ക്ലയൻറ്റ് വന്നു, അങ്ങനെ ഓഫീസിലോട്ട് പോയി. ചേട്ടൻ വന്നിട്ട് ഞാൻ കഴിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി കണ്ടാലോ? ഇതാണ് ചിക്കൻ കറി. പിന്നെ നാടൻ കോഴി ആയത് കാരണം നമ്മളെ ബ്രോയിലർ പോലത്തെ ടേസ്റ്റ് ആയിരിക്കത്തില്ല. പ്യുവർ നാടൻ കോഴിയുടെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. അപ്പം ഞങ്ങളൊരു 12 മണിയായപ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോൾ 2:45 കഴിഞ്ഞു. ഇപ്പം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ വന്നിട്ട് കഴിക്കും. എന്തോ നങ്കു, എന്തോന്ന്? ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും സെർവ് ചെയ്താലോ? നല്ല അടിപൊളി കപ്പ കണ്ട. ഇതെടുത്ത് കുറച്ച് ഓക്കെ. എന്നിട്ടാ അടിപൊളി മണം കേട്ടോ. നല്ല നാടൻ ചിക്കൻ്റെ സൂപ്പർ ടേസ്റ്റ് ഉള്ള മണം. ടേസ്റ്റും കൂടെ എങ്ങനെയാണെന്ന് നോക്കണം. നല്ല അടിപൊളിയായിട്ട് പാകമായിട്ടുണ്ട് ഗൈസ്. ഇത് വെച്ചെടുക്കാം.
ഇല്ല, ഞാൻ അങ്കൂന് കൊടുത്തായിരുന്നു. കുറച്ച് ഫുഡ് റെഡി. അവിടെ നിന്ന് ടേസ്റ്റ് നോക്കട്ടാ. ഇതൊട്ട് മിക്കലും ഞാൻ ഉണ്ടാക്കിയല്ലേ. ഫസ്റ്റായി അതുകൊണ്ട് ടേസ്റ്റ് നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളി, ആണോ? സൂപ്പർ ടേസ്റ്റ്. സത്യം ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് പറയില്ല. താങ്ക് യു. കൊള്ളാം, സീരിയസ് ആയിട്ട് സത്യമായിട്ടും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് കറിയൊക്കെ മിക്സ് ചെയ്ത് പോളി. എപ്പോഴും പ്രതീക്ഷിക്കലും വല്ലപ്പോഴൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കേട്ടോ, ശീലമാക്കരുത്. ഓക്കെ ബൈ.